ലബനൻ അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക നീക്കം തീവ്രമാക്കിയിരിക്കുകയാണ്. ഇതോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും തുലാസിലായിരിക്കുന്നു. അതിർത്തി കടന്നുള്ള ഡ്രോൺ നുഴഞ്ഞുകയറ്റങ്ങൾ ഇസ്രയേൽ പ്രതിരോധ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള അയച്ച ആളില്ലാത്ത വിമാനങ്ങൾ ഇസ്രയേലിന്റെ സുരക്ഷാ കവചങ്ങൾ ഭേദിച്ച് സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണങ്ങളിൽ നിരവധി ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. മറുപടിയായി തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ അതിശക്തമായ വ്യോമാക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നടന്ന ഈ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ലോഞ്ച് പാഡുകളും ലക്ഷ്യമിട്ടതായാണ് വിവരം. മിസൈൽ വർഷത്തെ തുടർന്ന് തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു. സമാധാന ഉടമ്പടി നിലനിൽക്കെ തന്നെ ഹിസ്ബുള്ള ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് ഇസ്രയേലിന്റെ വാദം. എന്നാൽ അതിർത്തിയിലെ ഇസ്രയേൽ ലംഘനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന നിലപാടിലാണ് ലബനൻ വൃത്തങ്ങൾ. ഡ്രോൺ യുദ്ധമുറയാണ് ഈ പോരാട്ടത്തിന്റെ ഗതി മാറ്റുന്നത്. പരമ്പരാഗതമായ റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് മാറി അതിവേഗം ദിശ മാറാൻ കഴിയുന്ന അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലെ പ്രതിരോധത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു. സംഘർഷം രൂക്ഷമായതോടെ അതിർത്തി ഗ്രാമങ്ങളിൽ വീണ്ടും ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സൈറണുകൾ മുഴങ്ങുന്നതോടെ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയാണ്. ആകാശത്ത് ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്ന ദൃശ്യങ്ങൾ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. രണ്ട് ഭാഗത്തു നിന്നും കൃത്യതയാർന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സൈനിക താവളങ്ങളെയും കമാൻഡ് സെന്ററുകളെയും മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവെക്കുന്നു. വടക്കൻ തിയേറ്റർ എന്നറിയപ്പെടുന്ന ഈ മേഖല ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലേബർ പാർട്ടിയും ഇസ്രയേൽ സർക്കാരും ഈ കടന്നുകയറ്റങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ സൈനികർക്ക് നേരെ നടക്കുന്ന ഓരോ നീക്കത്തിനും ഇരട്ടി പ്രഹരം നൽകുമെന്ന മുന്നറിയിപ്പാണ് നെതന്യാഹു സർക്കാർ നൽകുന്നത്. ഇത് മേഖലയിലെ നയതന്ത്ര ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ലബനനിലെ സാധാരണക്കാരുടെ ജീവിതം ഈ ആക്രമണങ്ങളിലൂടെ ദുസ്സഹമായിരിക്കുകയാണ്. വ്യോമാക്രമണങ്ങൾ ഭയന്ന് ആയിരക്കണക്കിന് ആളുകളാണ് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് അടുത്താണെന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വെടിനിർത്തൽ ഉടമ്പടി തകരാതിരിക്കാൻ ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഗ്രൗണ്ടിലെ സാഹചര്യം ഈ ആവശ്യത്തിന് വിരുദ്ധമായാണ് നീങ്ങുന്നത്. ഇസ്രയേലിന്റെ ചാര സംഘടനകൾ ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിതരണ ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ലബനന്റെ ഉൾപ്രദേശങ്ങളിലെ നിർമ്മാണ യൂണിറ്റുകൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു. ഇത് യുദ്ധം അതിർത്തിക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഹിസ്ബുള്ളയാകട്ടെ ഇസ്രയേലിന്റെ സുപ്രധാന സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ തങ്ങളുടെ ആയുധശേഷി പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ്. മുൻപൊരിക്കലുമില്ലാത്ത വിധം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് സൈനിക നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. റോക്കറ്റുകളുടെയും ഡ്രോണുകളുടെയും ഇരമ്പൽ അതിർത്തിയിൽ നിലയ്ക്കാത്ത ഒരു പകൽ കൂടി കടന്നു പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ ഇതിലെങ്ങനെ ഇടപെടും എന്നാണ്. ഹിസ്ബുള്ളയുടെ പ്രധാന സഹായി എന്ന നിലയിൽ ഇറാന്റെ നീക്കങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. ഇസ്രയേൽ സൈന്യം തങ്ങളുടെ വടക്കൻ കമാൻഡിനെ യുദ്ധസജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. കൂടുതൽ ടാങ്കുകളും ആർട്ടിലറിയും അതിർത്തിയിലേക്ക് നീങ്ങുന്നതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വൻകിട സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ലബനന്റെ സാമ്പത്തികാവസ്ഥയെ കൂടുതൽ തകർക്കും. ഇതിനകം തന്നെ തകർച്ചയിലായ ലബനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനാവില്ല. എന്നാൽ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാൻ ലബനൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതും വസ്തുതയാണ്.
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഈ നിഴൽ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. ഇസ്രായേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയെ നേരിടാൻ ഹിസ്ബുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതിർത്തിയിലെ സമാധാന സേന ഈ സാഹചര്യത്തിൽ നിസ്സഹായാവസ്ഥയിലാണ്. ഇരുപക്ഷവും വെടിനിർത്തൽ ലംഘിക്കുമ്പോൾ അവർക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സുരക്ഷാ സമിതിയുടെ പ്രമേയങ്ങൾ വെറും കടലാസ് രേഖകളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത്. ഇസ്രായേൽ ജനതയുടെ ഇടയിലും ഭീതി വർദ്ധിച്ചിട്ടുണ്ട്. വടക്കൻ നഗരങ്ങളിലെ സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും പലപ്പോഴും അടച്ചിടേണ്ടി വരുന്നു. സാധാരണ ജീവിതം തടസ്സപ്പെടുന്നത് സർക്കാരിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. സംഘർഷം കടുക്കുമ്പോൾ നയതന്ത്രജ്ഞർ തിരക്കിട്ട ചർച്ചകളിലാണ്. പുതിയൊരു ഉടമ്പടിയിലൂടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് അവർ നോക്കുന്നത്. എന്നാൽ തങ്ങളുടെ സൈനികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. അവസാനിക്കാത്ത ഈ പകയുടെയും പ്രത്യാക്രമണങ്ങളുടെയും ഇടയിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും ആധിപത്യം സ്ഥാപിക്കുന്ന ഈ പുതിയ യുദ്ധം എത്ര നാൾ നീളുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ഓരോ നിമിഷവും അതിർത്തിയിൽ സംഘർഷം പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു.